നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 30 തീയതി 1201 ആണ്ട് കർക്കടക മാസം 14 തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ഇന്ന് തിഥി പ്രഥമയാണ്. പ്രഥമ എന്ന് പറയുമ്പോൾ എന്തും തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. പിന്നെ വ്യാഴാഴ്ച, വ്യാഴം ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യുന്ന ദശ അല്ലെങ്കിൽ ദിവസമാണ് വ്യാഴം. ഗുരുവിൻ്റെ ദിവസം. ഗുരുവിൻ്റെ ദിവസം എന്ത് ചെയ്താലും ഗുരു സഹായിക്കും. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ കൃപയുണ്ടായിരുന്നാൽ മാറിക്കിട്ടും. തിരുവോണ നക്ഷത്രം ഏറ്റവും ശോഭന നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ സമയത്ത് നമുക്ക് വിനിയോഗിക്കാം. ഇവിടെ പ്രധാനമായിട്ട് കർക്കിടക മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ബർത്ത്ഡേ എപ്പോഴും വാർഷിക ഫലത്തെ ചിന്തിക്കുകയാണ്. മറ്റൊരു ദിവസത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ആഴ്ച ഫലം അല്ലെങ്കിൽ മാസഫലം അതുപോലെ അല്ല വർഷഫലം. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫലമാണ് ബർത്ത്ഡേയിലൂടെ. അപ്പോൾ ബർത്ത്ഡേ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലപ്രദമാണ്. നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. എല്ലാ കാര്യങ്ങൾക്ക് ഇറങ്ങുക, അത് വിജയിക്കും. നിങ്ങൾക്ക് അനുകൂലപ്രദമായി വന്നിരിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യങ്ങളിലാവട്ടെ, മറ്റ് ശാരീരിക കാര്യങ്ങളിലാവട്ടെ മാനസികമായ ഉത്തേജനം ഉണ്ടാവും. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് നേട്ടം വരും. അതുപോലെ ശുഭകാര്യങ്ങൾ, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ഇങ്ങനെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അത് റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, മറ്റ് കച്ചവടങ്ങളായിട്ട് ലോട്ടറി ബിസിനസ് ആവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, ബാങ്കിങ് മേഖലകളാവട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് നേട്ടം വരും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധയോടുകൂടി ഇറങ്ങുക. കാരണം നല്ല ദിവസമാണ്. പക്ഷേ രാവുകാല സമയം നോക്കി യാത്ര തുടങ്ങണം. രാവുകാലം 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 3 മിനിറ്റ് തൊട്ട് തുടങ്ങിയുള്ളൂ. അതുപോലെ 3 മണി 38 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. വളരെ ശ്രദ്ധിക്കുന്ന 2 പേരെയും. നമ്മൾ ശ്രദ്ധിക്കാതെ പോണ 2 പേരാണ്. ആളുകളൊക്കെ രാഹുവൊക്കെ നോക്കും. ഗുളികനെയും യമകണ്ഠനെയും നോക്കണം. ഗുളികൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായി മാറും. ഗുളികോദയ സമയം അന്ന് വരുന്നത് തന്നെ ഗുളികൻ്റെ ഉദയം നിൽക്കുന്ന സമയം 9:24 തൊട്ട് 10:58 വരെ. യമകണ്ഠ കാല സമയം രാവിലെയാണ് 6:22 തൊട്ട് 9:24, 6:17 തൊട്ട് 7:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. ഒരു പോസിറ്റീവ് കവചം തന്നെ സൃഷ്ടിക്കും. ആ സമയം വരുന്നത് 12 മണി 7 മിനിറ്റ് തൊട്ട് 12 മണി 55 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രം ധരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ ഗോൾഡൻ കളറോ മഞ്ഞ മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു മഞ്ഞ തുണി കയ്യിൽ കരുതണം. കാരണം ഈ വസ്ത്രത്തിലേക്ക് വേഴത്തിൻ്റെ പ്രപഞ്ചത്തിൽ ഒരു കളറുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെന്നും ഒരേ കളറാണ് പ്രപഞ്ചത്തെ കാണുന്നത്.
പക്ഷെ പ്രപഞ്ചത്തിന് ഓരോ കളറുണ്ട് ഓരോ ദിവസവും, ആ ഗ്രഹത്തിൻ്റെ ഭരണ കാലഘട്ടം. അപ്പോൾ ഓരോരുത്തർ ഭരിക്കുമ്പോൾ അവരുടെ രീതിക്കാണ് ഭരണം കൊണ്ടുപോകണേ. ജനങ്ങൾ എല്ലാവരും സെയിം തന്നെയാണ്, ഭരിക്കുന്ന ആൾക്കാർ വ്യത്യാസം വരും. എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസത്തിനനുസരിച്ചിട്ട് അവർക്ക് അനുകൂലപ്രദമായി നിന്നാൽ മാത്രമേ നമുക്ക് സന്തോഷപ്രദമായി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ വസ്ത്രധാരണം നമുക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ആ എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കുകയും നമുക്ക് കുറച്ചുകൂടി ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.